ജനറൽ വർക്കേഴ്സ് ഫുട്പാത്ത് തട്ടുകട സെക്ഷൻ INTUC വടകര താലൂക്ക് കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി CK വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഹൈവേ മേഖലയിലുള്ള അഴിയൂർ, ഒഞ്ചിയം, ചോറോട് പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള വഴിയോര കച്ചവടക്കാരെ തൊഴിൽ സംരക്ഷണ നിയമ പദ്ധതി നടപ്പിലാക്കണം. വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ നഗരസഭയും പഞ്ചായത്ത് അധികൃതരും വഴിയോര കച്ചവടക്കാരെ കുടിയൊഴിപ്പിക്കുവാൻ രംഗത്ത് വരുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് ജനറൽ വർക്കേഴ്സ് ഫുട്പാത്ത് തട്ടുകട സെക്ഷൻ INTUC താലൂക്ക് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വടകര നഗരസഭ അധികൃതർ സംരക്ഷണ നിയമത്തിന്റെ മറവിൽ രാഷ്ട്രീയം നോക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന്, നാഷണൽ ഹൈവേയുടെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നും, ഹൈവേയുടെ പേരിൽ അധികൃതർ തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തൊഴിൽ സംരക്ഷിക്കുവാൻ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുവാൻ യോഗം തീരുമാനിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് KN അമീറിന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി CK വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുരിയാടി യൂണിയൻ കാർഡ് വിതരണം ചെയ്തു. P ദസ്തഗീർ, KP നജീബ്, നാരായണനഗരം പത്മനാഭൻ, PC റഫീഖ, പ്രദീപൻ മടപ്പള്ളി, സലീം കോട്ടക്കൽ, VK ഷംസീറ, PP കുഞ്ഞിപ്പാത്തു, RV ഇസ്മയിൽ, RC ഷംസീർ എന്നിവർ സംസാരിച്ചു. മുസ്തഫ മുഖച്ചേരി സ്വാഗതവും PT മജീദ് നന്ദിയും പറഞ്ഞു. പ്രയാസങ്ങൾ, സാമ്പത്തികമായും അല്ലാതെയുമുള്ള പ്രയാസങ്ങൾ അതെന്താണെന്ന് ചുരുങ്ങിയ വാക്കുകളിലൂടെ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതുമായ ഒരു കൂട്ടായ്മ എത്രമാത്രം അനിവാര്യമാണ് എന്ന് ഇതുപോലുള്ള സന്ദർഭങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഹൈവേയുടെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള വെട്ടിക്കടകളും അതുപോലെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ ജീവിച്ചു പോകുന്ന വളരെ പാവപ്പെട്ട തൊഴിലാളികളാണ് നിങ്ങളൊക്കെ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അധികാരികളുടെ കടുംപിടുത്തവും ഒരു പരിധിവരെ വികാരപരവുമായ സമീപനം കൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് എത്രമാത്രം അങ്ങേയറ്റം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് നിങ്ങളുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഈ തൊഴിലാളികളെ ചേർത്ത് പിടിക്കേണ്ട നഗരസഭയും ഗ്രാമപഞ്ചായത്തുകളും അവരെ ദ്രോഹിക്കാൻ വേണ്ടി രാഷ്ട്രീയപരമായ ചില കാഴ്ചപ്പാടുകൾ കാണുന്നുണ്ട്. വടകര നഗരസഭ 50 വർഷത്തോളമായി CPM ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. വടകര സ്റ്റാൻഡ് ബാങ്കിൽ ഒരു സോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. സോൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്, സർക്കാരിൻ്റെ കമ്മിറ്റി, ബെൻഡിങ് കമ്മിറ്റി എന്നായ പേര്, ഉപദേശക സമിതി കമ്മിറ്റി. അതിൽ INTUCന്റെ 3 പ്രതിനിധികളുണ്ട്, CETന്റെ 4 പ്രതിനിധികളുണ്ട്, HMSന്റെ 1 പ്രതിനിധിയുണ്ട്, STന്റെ 1 പ്രതിനിധി. അതിൽ തന്നെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടറും അതുപോലെ ട്രാഫിക് SIനും മുനിസിപ്പാലിറ്റി സെക്രട്ടറി, മുനിസിപ്പൽ HSO ഒക്കെ ഉള്ള കമ്മിറ്റിയാണ്. അവരാണ് അവരുടെ ക്ഷേമത്തെക്കുറിച്ചും അവരുടെ ഭാവി പരിപാടികളെ കുറിച്ചും ചർച്ച ചെയ്യുന്നത്. തിരിച്ചറിയൽ കാർഡോ യൂണിയനോ ബന്ധമില്ലാത്ത ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്, അന്യ സംസ്ഥാന തൊഴിലാളികൾ. നിങ്ങളുടെ കൂടെ പണിക്ക് നിൽക്കുക, 2-3 ദിവസം നിങ്ങളുടെ കൂടെ പണിക്കുന്ന അതിൻ്റെ ഐഡിയ മനസ്സിലാക്കി പിറ്റേന്ന് അവരൊരു ഷെഡ് കിട്ടും. ആ ഷെഡിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് കഞ്ചാവ് പോലെയുള്ള സാധനങ്ങൾ പിടിക്കപ്പെടുന്നത്. അതിൻ്റെ പേര് മുഴുവൻ തൊഴിലാളികളുടെ തലയിൽ വെച്ച് കെട്ടാനാണ് നഗരസഭ അധികാരികൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് കാർഡിന്റെ പേരിലും അതുപോലെ തന്നെ വെള്ളം ടെസ്റ്റ് ചെയ്തതിന്റെ പേരിലൊക്കെ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് അവസാനിപ്പിക്കണമെന്നാണ് INTUC പറയാനുള്ള നിർദ്ദേശം.